ഇസ്രായേലിനും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണങ്ങളിലൊന്ന് അഴിച്ചുവിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാത്രം 7 വ്യത്യസ്ത ഘട്ടങ്ങളിലായാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേൽ മണ്ണിൽ പതിച്ചത്. ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന സൈനിക നീക്കത്തിന്റെ 45, 46, 47 തരംഗങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ ആക്രമണത്തിനായി ഇറാൻ ഉപയോഗിച്ച ആയുധങ്ങളുടെ പ്രഹരശേഷിയാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന. ഏകദേശം 2000 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ്സ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഇറാൻ ഇത്തവണ പ്രയോഗിച്ചിരിക്കുന്നത്. ഇറാന്റെ പക്കലുള്ള ഏറ്റവും ഭാരമേറിയ മിസൈലുകളിലൊന്നായ ഖുറംഷഹർ ഇതിനായി ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ ഖൈബർ ഷിക്കിൻ, ഖോദർ തുടങ്ങിയ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ഈ ആക്രമണത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇസ്രായേലിലെ പ്രധാന നഗരങ്ങളെയും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ നീക്കം. ടെൽ-അവീവ് നഗരത്തിൽ മാത്രം 7 പ്രധാന കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അവകാശപ്പെടുന്നു. ഇതിനു പുറമെ ഹൈഫ, സെസേറിയ, റിഷോൺ, ലെസിയോൺ, ഷോഹാം തുടങ്ങിയ നഗരങ്ങളും ആക്രമിക്കപ്പെട്ടു. ഹൈഫയിലെ സൈനിക വ്യവസായ സമുച്ചയങ്ങളും ഇസ്രായേൽ നോർത്തേൺ കമാൻഡിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ എത്തിയത്. പലയിടങ്ങളിലും ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങിയ മിസൈലുകൾ പ്രയോഗിച്ചതിനാൽ വലിയൊരു പ്രദേശത്ത് ഒരേ സമയം നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. റോഡുകളിലും ഹൈവേകളിലും മിസൈലുകൾ പതിച്ച് ഗർത്തങ്ങൾ രൂപപ്പെട്ടതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിന് പുറമെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ അൽ ദാഫ്ര, ഖത്തറിലെ അൽ ഉദൈദ്, ഇറാഖിലെ ഇർബിൽ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈലുകളും ഡ്രോണുകളും പതിച്ചു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ഈ നീക്കമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇതിനിടെ ഇസ്രായേലിലെ തെക്കൻ മേഖലയിലുള്ള നെഗേവ് മരുഭൂമിയിലെ നെവാറ്റിം, ലെഡ് തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങളും ആക്രമണത്തിന് വിധേയമായെന്നും വാർത്തകൾ വരുന്നുണ്ട്. മാർച്ച് 13-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ വലിയ നീക്കമെന്നാണ് ഇറാൻ പറയുന്നത്. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതായി ഇറാൻ അവകാശപ്പെടുന്നു. അതേസമയം ഇറാൻ വിക്ഷേപിച്ച ഭൂരിഭാഗം മിസൈലുകളും തങ്ങൾ തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. എന്നിരുന്നാലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങൾ വ്യാപകമായി സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് എന്നത് ഇസ്രായേലിന്റെ വാദങ്ങളെ പൊളിച്ചെഴുതുന്ന വസ്തുതകളുമാണ്. യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിലും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങി തങ്ങളുടെ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അൽ ഖുദ്സ് ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന റാലികളിൽ ഇറാന്റെ പ്രധാന രാഷ്ട്രീയ നേതാക്കളെല്ലാം പങ്കെടുത്തിരുന്നു. പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ, വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി എന്നിവർ റാലികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും കടുത്ത ഭാഷയിലാണ് ഇവർ വിമർശിച്ചത്. ഇസ്രായേൽ നടത്തുന്നത് ഭീരുത്വം നിറഞ്ഞ ആക്രമണങ്ങളാണെന്നും അന്തിമ വിജയം ഇറാന്റേതായിരിക്കുമെന്നും നേതാക്കൾ ആഹ്വാനം ചെയ്തു. ഇതിനിടെ ഇസ്രായേൽ നടത്തിയ തിരിച്ചടിയിൽ ടെഹ്റാനിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ടെഹ്റാനിലും പരിസര പ്രദേശങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും യുദ്ധവിമാനങ്ങൾ പറക്കുന്ന ശബ്ദമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും 112ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ അമേരിക്കയുടെ നിരീക്ഷണ ഡ്രോണുകളും ഉൾപ്പെടുന്നു. യുദ്ധം ഇസ്രായേലിന്റെ തെക്കൻ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നെഗേവ് മരുഭൂമിയിലെ നെവാറ്റിം, ലെഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ സൈനിക താവളങ്ങൾക്കും നഗരങ്ങൾക്കും നേരെ ആക്രമണം തുടരുകയാണ്. ലിക്വിഡ് ഫ്യൂവൽ ഉപയോഗിക്കുന്ന ഖോദർ മിസൈലുകളും ഖൈബർ ഷിക്കിനും ഒരേ സമയം ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കുന്നത്. ഇസ്രായേലിന്റെ അയൺഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പല മിസൈലുകളെയും തടഞ്ഞതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനവാസ മേഖലകളിൽ പതിച്ച മിസൈലുകൾ വലിയ പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രധാന ഹൈവേകളിൽ മിസൈൽ പതിച്ച് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായും ഇത് ഗതാഗതത്തെ ബാധിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.